എൻ്റെ കൂടെ ഭവാനിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചില വോട്ടർമാരുണ്ട്. മാം, എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് ശില്പദാസ് എന്നാണ്. ശില്പ, ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെക്കുറിച്ച് ചോദിക്കാതെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിച്ച പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? നോക്കൂ, ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ DPSCയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനൊരു മാറ്റം ആഗ്രഹിക്കുന്നു, സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഈ സ്ഥലത്തെ ഒരു താമസക്കാരി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പുരോഗതിയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റത്തിനായി വോട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു അത് മതി. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ പറയാൻ പോകുന്നത് അതാണ്. വിഷമിക്കേണ്ട. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. പുരോഗതി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് പുരോഗതി ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? കൊൽക്കത്തയിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അതായത് ഞാനിവിടെ DPSCയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉടനീളം വളരെ നല്ല റിസൾട്ടോടെയാണ് പാസ്സായത്. പക്ഷെ എനിക്ക് SSC പരീക്ഷ എഴുതാൻ താല്പര്യമില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ അത് കുറേ നാളായി നടക്കുന്നില്ല. ആരാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതുകൊണ്ട് യുവതലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ എപ്പോഴും തൊഴിലിനും അതിനാൽ മാറ്റത്തിനും വോട്ട് ചെയ്യും. അതെ, യഥാർത്ഥത്തിൽ നോക്കൂ, ഞങ്ങൾക്ക് പ്രധാനമായും വേണ്ടത് കുറച്ച് തൊഴിലാണ് പ്രധാനമായും, അല്ലേ? പിന്നെ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുക, ഒരു പ്രശ്നവുമില്ലാതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അല്ലേ? നോക്കൂ, ഞങ്ങൾക്ക് ഏകദേശം 70 വയസ്സായി. പക്ഷേ തൊഴിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ തൊഴിലിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 15 വർഷമായി അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കൂ, ഇന്ത്യയിലുടനീളം തൊഴിലില്ലായ്മയുണ്ട്. പക്ഷെ എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യണം. ഫാക്ടറിയും പിന്നെ അതുമാത്രം ഈ വരുന്ന പുതിയ തലമുറ അവരെല്ലാം പുറത്തേക്കാണ് പോകുന്നത്, അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ നടന്ന SIR-ലെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനും വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബ പേര് മാറിയിട്ടുണ്ട്. എനിക്കും ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നു. എൻ്റെ പേരും SIR-ലുണ്ട്. അങ്ങോട്ട് പോകൂ. ഇതൊക്കെ വെറുതെയാണ്, ചുമ്മാ. ഞങ്ങൾ യഥാർത്ഥ വോട്ടർമാരാണ്. ഇവിടെ വെച്ചാണ് എൻ്റെ തർക്കവും ഇവിടെ നടന്നത്. എന്നിട്ടും ഇതായിരുന്നു ഏറ്റവും വലിയ പ്രചാരണം നടത്തിയ ഒരു പാർട്ടി പറയുന്നത് കള്ള വോട്ടർമാരെ ഒഴിവാക്കാനാണ് ഈ SIR നടത്തിയത് എന്നാണ്. അതെ, എല്ലാം വേണം, അത് വേണമെന്ന് ഞങ്ങളും കരുതുന്നു. പക്ഷേ അവരത് ചെയ്ത രീതി, അതിന്റെ രീതി ഇങ്ങനെ ആകരുത്. അവർക്ക് കുറച്ചുകൂടി മര്യാദ കാണിക്കാമായിരുന്നു. കുറച്ചുകൂടി മര്യാദയോടെയും സമയമെടുത്തുമാകാമായിരുന്നു. ശുദ്ധി വരണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ശുദ്ധി വരണം, പക്ഷേ ഈ രീതിയിലല്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ദാദാ? ഏറ്റവും വലിയ പ്രശ്നം വോട്ട് ചെയ്യലാണ്. ഇലക്ഷൻ ദേന ശാന്തമായും സമാധാനപരമായും ഇലക്ഷൻ കൊടുക്കണം. ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ വയസ്സ് 84 അതുകൊണ്ട് എൻ്റെ വർഷം പോലെ, അതുകൊണ്ട് ഇത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? മാറ്റം. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? കുട്ടികൾക്ക് ഇവിടെ ജോലിയില്ല. ഒരു ചെറിയ മാറ്റം ആവശ്യമാണ് എൻ്റെ കുട്ടികൾ തിരികെ വരാൻ. അവരിപ്പോൾ എവിടെയാണ്? ബാംഗ്ലൂരോ? അതെ. എന്താ പറഞ്ഞത് സാർ? അത് തന്നെ. എന്തുകൊണ്ട് സാർ? ഒന്ന് വിശദീകരിക്കാമോ? കഴിഞ്ഞ 15 വർഷം കഴിഞ്ഞ 15 വർഷം അവസരം കൊടുത്തിട്ടുണ്ട്. ഇനിയും എത്ര അവസരം കൊടുക്കും? രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ UP, ബീഹാർ എന്നിവിടങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തൊഴിലില്ലായ്മ ബംഗാളിലാണെന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് അവരെല്ലാം ബംഗാളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നോക്കൂ, ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ 2 കുട്ടികളും പുറത്താണ്. ഞങ്ങൾ സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ ഇവിടെയാണ്. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിലെ 8 ഫ്ലാറ്റുകളുണ്ട്. 7 ഫ്ലാറ്റിലെ എല്ലാ കുട്ടികളും പുറത്താണ് ജോലി ചെയ്യുന്നത്. അവർക്കിവിടെ ഒരു അവസരവുമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ല. കുട്ടികൾ തിരികെ വരണം. ഇവിടെ അവർക്കൊരു നല്ല ജോലി കിട്ടണം, നല്ല പാക്കേജ് കിട്ടണം. ഒരു യുവതി എന്ന നിലയിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രധാന വിഷയം എന്തായിരുന്നു? പ്രധാന വിഷയം സ്ത്രീ സുരക്ഷയാണ്. പിന്നെ റോഡുകളുടെയും എല്ലാത്തിന്റെയും ശുചിത്വം, പിന്നെ വികസനം. ഞങ്ങൾക്ക് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം, അതാണ് പ്രധാന വിഷയം. അപ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അതൊന്ന് അല്പം വിശദീകരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് കൊൽക്കത്തയിലോ ബംഗാളിലോ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് സ്ത്രീ സുരക്ഷയുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നോക്കൂ, നമ്മൾ ഇന്ത്യ ഒട്ടാകെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പശ്ചിമ ബംഗാളിനെ മറ്റ് ചില നഗരങ്ങളുമായും സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്താൽ പശ്ചിമ ബംഗാൾ ഏറെക്കുറെ ഭേദമാണെന്ന് നമുക്ക് കാണാം. പക്ഷേ അത് ഏറ്റവും മികച്ചതാകണം. ഒരു പൗര എന്ന നിലയിൽ, ഒരു രാജ്യത്തെ വ്യക്തി എന്ന നിലയിൽ അത് ഏറ്റവും മികച്ചതായിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വികസനമാണ് നോക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ രാത്രിയിൽ ഞങ്ങൾക്ക് സുരക്ഷിതരായിരിക്കണം.
ഞങ്ങൾ ഇപ്പോൾ തന്നെ സുരക്ഷിതരാണ്. UP, ബീഹാർ പോലുള്ള മറ്റു ചില നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സാഹചര്യം കൂടുതൽ മോശമാണ്. അത് കൂടുതൽ മോശമാണ്. പക്ഷേ ഇവിടെ കുറഞ്ഞ പക്ഷം ഞങ്ങൾക്ക് സുരക്ഷിതമായി പോകാൻ കഴിയും. പക്ഷെ ചില മേഖലകളിൽ ഞങ്ങൾ വികസിക്കേണ്ടതുണ്ട്. അത് നല്ലതായിരിക്കണം. പ്രധാന പ്രശ്നം, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആര് വന്നാലും ജയിച്ചാലും അവർ ഇതിലും നന്നായി ചെയ്യണം. അശാന്തി വേണ്ട, പ്രശ്നങ്ങളൊന്നും വേണ്ട. എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ആൺമക്കൾക്കും ജോലി ലഭിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം. എന്തുകൊണ്ടാണ് ജോലി പ്രധാനപ്പെട്ടതാകുന്നത് മാഡം? ഇവിടെ ജോലിയില്ലേ? ഇല്ല, ജോലിയില്ല. അങ്ങനത്തെ ജോലി കിട്ടാൻ ഒരാള് ആ രീതിയിൽ സ്വയം തയ്യാറെടുക്കണം. ഒരു നല്ല പ്രശ്നം. അതുകൊണ്ടാണ് ജോലി കൊൽക്കത്തയിൽ തന്നെ ചെയ്യാൻ. ഇത് നല്ലതാണ്. അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാർക്ക് ഏകാന്തത അനുഭവപ്പെടും. സ്ത്രീകളുടെ സുരക്ഷയാണ് ഏറ്റവും, അതായത് പശ്ചിമ ബംഗാളിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുറച്ചൊന്ന് വിശദീകരിക്കും. കഴിഞ്ഞ ഒരു 10-15 വർഷമായി സ്ത്രീ സുരക്ഷ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നോക്കൂ, മുൻപ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5-6 വർഷമായിട്ട് വെസ്റ്റ് ബംഗാളിൽ കുറച്ച്, ഞാനൊരു പാർട്ടിയെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ സ്ത്രീ സുരക്ഷയാണ് കൂടുതൽ പ്രധാനം. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. ശരി. അപ്പോൾ ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ മിത്ര ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ശബ്ദങ്ങളായിരുന്നു ഇത്. ഇനി മമതാ ബാനർജിക്കും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കും രണ്ടുപേർക്കും ഈ പ്രത്യേക സ്ഥലത്താണ് വോട്ടുള്ളത്. കൂടാതെ പ്രതിധ്വനിച്ച 2 വിഷയങ്ങൾ തൊഴിലിന്റെയും അതുപോലെ സ്ത്രീ സുരക്ഷയുടെയുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് വോട്ടർമാർ ഞങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി തീർച്ചയായും മെയ് 4-നാണ് വോട്ടെണ്ണൽ. അതിനാൽ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്നും ആർക്കാണ് അനുകൂലമായതെന്നും നമുക്കറിയാൻ കഴിയും. പക്ഷേ ഭവാനിപൂരിൽ നിന്നുള്ള രസകരമായ ശബ്ദങ്ങളാണിത്.